RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അനുപേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ബയൺ മ്യൂണിക് വിസസ് ഇന്റർ മിലാൻ മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ ഇന്റർ മിലാൻ 2-2 സമനില നേടി അഗ്രിഗേറ്റ് 4-3 അഗ്രിഗേറ്റിൽ ഇന്റർ മിലാൻ സെമിഫൈനലിലോട്ട് കയറി. കളി തുടങ്ങി ഇന്റർ മിലാൻ ഡിഫൻസീവ് കളിച്ചുകൊണ്ട് തന്നെ കളി തുടങ്ങിയത്. അവർക്ക് ഒരു ഗോളിന്റെ ലീഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലെഗിൽ ബയൺ മ്യൂണിക്കിൽ പോയിട്ട് 2-1 വിജയിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ലീഡ് വെച്ചിട്ടായിരുന്നു കളിച്ചത്. അട്ടിമറി എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ബയൺ മ്യൂണിക്ക് ഇന്റർ മിലാൻ അട്ടിമറിച്ച് സെമിഫൈനലിൽ എത്തുന്നു. പക്ഷെ ഒരു അട്ടിമറി നടന്നില്ല. ഇന്റർ നല്ല രീതിക്ക് ബയണിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വിട്ടത്. അങ്ങനെ ഫസ്റ്റ് ഗോള് 52-ാം മിനിറ്റിൽ ഹാരി കെയിനിലൂടെ ബയൺ മ്യൂണിക്ക് നേടി. ബയൺ മ്യൂണിക്ക് നേടിയതും 2-2 സമനിലയിലായി. തൊട്ട് അടുത്തൊരു 2-3 മിനിറ്റുകൾ ശേഷം 58-ാം മിനിറ്റിൽ ലൗതാറോ മാർട്ടിനസിലൂടെ അടിപൊളി ഒരു ഗോള് ഇന്റർ മിലാൻ സ്വന്തമാക്കി. അതോടുകൂടി ഒരു ഗോള് വീണ്ടും ലീഡായി. 61-ാം മിനിറ്റിൽ പവാർഡിലൂടെ വീണ്ടും ബയണിന്റെ വലകുലുക്കി. അങ്ങനെ ഒരു ഗോള് അഗ്രിഗേറ്റ് ആയി. 2 ഗോൾ അഗ്രിഗേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 76-ാം മിനിറ്റിൽ ഡയറിൽ നിന്നിട്ടാണ് അടുത്ത ഗോള് ബയൺ സ്വന്തമാക്കിയത്. അതിനുശേഷം 76-ാം മിനിറ്റിന് ശേഷം ബയൺ നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗോള് അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവരുടെ ഇന്റർ മിലാന്റെ ഗോൾ കീപ്പറുടെ നല്ല സേവുകളും അതേപോലെ അടിപൊളിയായിട്ട് ഡിഫൻസ് എങ്ങനെ ബയൺ മ്യൂണിക്കിനെ കൂട്ടാമെന്നുള്ളത് നല്ല രീതിക്ക് കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ബയൺ മ്യൂണിക്ക്. പക്ഷെ ആ കൗണ്ടറുകളൊക്കെ പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ വെച്ചിട്ടും ഗോൾ കീപ്പറിന്റെ സേവുകളിലൂടെയും അവർ നല്ല രീതിക്ക് പൂട്ടി ഇന്റർ മിലാൻ സെമിഫൈനലിലോട്ട് കയറി. നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെഗിലാണ് അവർ വിജയിച്ചത്. ശരിക്കും പറഞ്ഞാൽ ബയൺ മ്യൂണിക്കിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് 2-1 വിജയിച്ചു. ഒരു ടീമിനും വലിയ എളുപ്പമുള്ള കാര്യമല്ല ബയണിൽ പോയിട്ട് ജയിച്ചു വരിക എന്നുള്ളത്. അത് അവർ നല്ല രീതിക്ക് വിജയിച്ചത് തന്നെയാണ്. നമ്മൾ ഈ ലെഗിൽ അവർ ഇവിടെ ഇന്റർ മിലാനിൽ വന്നിട്ട് അവർക്ക് ബയണിന് തിരിച്ചടിക്കാൻ പറ്റാതെ വന്നത് അതുകൊണ്ടാണ്. അങ്ങനെ 4-3 അങ്ങനെ അഗ്രിഗേറ്റിൽ വിജയിച്ച് ഇന്റർ മിലാന്റെ ലൗതാറോ മാർട്ടിനസ് ആണ് മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൈബായിരുന്നു ആളുടെ കളി. സ്റ്റാറ്റസിലേക്ക് കയറുകയാണെങ്കിൽ 15 ഷോട്ടാണ് ഇന്റർ മിലാന് ബയണിനെതിരെ ഉതിർത്തത്. അതിൽ 6 എണ്ണം ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. ബയൺ മ്യൂണിക്ക് ആവട്ടെ 20 ഷോട്ട് ഉതിർത്തുണ്ടായിരുന്നു. അതിൽ 6 എണ്ണം മാത്രമാണ് ടാർഗറ്റിലേക്ക് വന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കളിയുടെ നിലവാരം. അവർ നിരന്തരം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബയൺ മ്യൂണിക്ക് ഇന്റർ മിലാന്റെ ഡിഫൻസിൽ തട്ടിയിട്ടും ഗോൾ കീപ്പറുടെ സേവിലുമായിരുന്നു ഇന്ന് ബയണ് പുറത്താവേണ്ടി വന്നത്. 37% പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്റർ മിലാന്. പക്ഷെ അവര് ആ 37% ബയണിനെ പിടിച്ചു കിട്ടായിരുന്നു. 63% പൊസിഷൻ ഉണ്ടായിരുന്നു. വിങ്ങുകളിലൂടെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബയൺ മ്യൂണിക്ക്. പക്ഷെ ഇതെല്ലാം പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നെ പാസിംഗ് അക്യുറസി 73% ഇന്ററും 86% ബയൺ മ്യൂണിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കളിയിൽ വിജയിച്ചത് സമനിലയായി. പക്ഷെ അഗ്രിഗേറ്റ് ബയൺ മ്യൂണിക്കിന്റെ ഗ്രൗണ്ടിലുള്ള ആ വിജയത്തിൽ ഇന്ന് ആ ഒറ്റ ഗോളിന്റെ വിജയത്തിലാണ് ഇന്ന് ഇന്റർ മിലാൻ സെമിയിലെത്തിയത്. അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണുള്ള അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക് യു.